السلام عليكم ورحمة الله وبركاته. تحسنت بذي العزة والجبروت واعتصمت برب الملكوت وتوكلت على الحي الذي لا يموت. دخلت في حرز الله وفي فضل الله وفي أمان الله بحق كافها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. ما جفد منسال من عينين لكنه يجري على الخدين منه بقلبي سيد الكونين حيا وميتا في التراب رميما. صلوا عليه وسلموا تسليما. محمد أشرف الأعراب والعجم محمد خير من يمشي على قدمي. محمد ذكره روح لأنفسنا محمد شكره فرض على الأمم. محمد زينة الدنيا وبهجتها محمد كاشف الغمات والظلم. فإن فضل الرسول لله ليس له حد فيعرب عن ناتكم بفمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف العاشر الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മുത്ത് ഫാത്തിമ നിധിയോരെ മുത്തിൻ്റെ മണവളനലിയോരെ ഹസനും ഹുസൈനും റളിയല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ്. മുത്ത് ഫാത്തിമ നിധിയോരെ മുത്തിൻ്റെ മണവളനലിയോരെ ഹസനും ഹുസൈനും റളിയല്ലാഹ് ആദരവായ ഹബീബുല്ലാഹ്. മുത്ത് ഫാത്തിമ നിധിയോരെ മുത്തിൻ്റെ മണവളനലിയോരെ ഹസനും ഹുസൈനും റളിയല്ലാഹ് ആദരവായ ഹബീബുല്ലാഹ്. ബഹുമാനപ്പെട്ട ആലൂർ വലിയ തങ്ങളുടെ മകൻ ഹാഫിള് ഖാരി ഫൈളി അഹമ്മദ് ജലാലുദ്ദീൻ തങ്ങളവറുകളെ ഈ ഓൺലൈൻ പരിപാടി ശ്രവിക്കുന്ന മുത്തുമൂമിനികളെ മൂമിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഒരുപാട് നൽകാര്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുവാനും അവസാനം പരിപൂർണ ഈമാൻ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് വെള്ളിയാഴ്ച രാപ്പകലായി മരിക്കാൻ അടുത്ത് വരുന്ന റബീഉൽ അവ്വൽ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മുത്തുമൂമിനുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലഇൻ സകർതും ലഅസീദന്നകും.
വലയിൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ലൈൻ ശകർത്തും നിങ്ങൾ നന്ദി ചെയ്താൽ. എന്തിനു വേണ്ടിയാണ് നാം നന്ദി ചെയ്യുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ വിശേഷ ബുദ്ധിയില്ലാത്ത ഒരു കന്നുകാലികളായിട്ട് നമ്മളെ പടച്ചിട്ടില്ല. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനായി സൃഷ്ടിച്ചു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമായ മാതാപിതാക്കളിൽ നിന്ന് ജന്മം നൽകുവാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് അല്ലാഹു നൽകി. മാത്രമല്ല നമുക്ക് ഓടാനും ചാടാനും പറ്റുന്ന കാൽ, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുവാനും മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള കൈ, കാണുവാനുള്ള കണ്ണ്, കേൾക്കുവാനുള്ള ചെവി, ചിന്തിക്കുവാനുള്ള ഹൃദയം എന്ന് വേണ്ട ഭാര്യമക്കൾ, മക്കളെ മക്കൾ, കുടുംബങ്ങൾ, വാഹനങ്ങൾ, കച്ചവടങ്ങൾ, ഗൾഫ് യാത്ര, ഇൽമ്, എന്തൊക്കെ സുഖസൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇത് മുഴുവനും അല്ലാഹു ചെയ്ത അനുഗ്രഹമാണ്. ലഇൻ ശകർതും ലഅസീദന്നകും. ഇതിനിക്ക് നിങ്ങൾ നന്ദി ചെയ്താൽ, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. അതിലൂടെ കഴിവിന്റെ പരമാവധി റബ്ബിലേക്ക് അടുക്കുവാനും അവന്റെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ കഴിവിന്റെ പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്യുവാനും പരസ്പരം കാണുമ്പോൾ ഒരു പുഞ്ചിരിയും ഒരു സലാം പറയുവാനും മുസാഹഫത്ത് ചെയ്യുവാനും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുവാനും ഇങ്ങനെയുള്ള നൽകാര്യങ്ങൾ ചെയ്ത് നന്ദി ചെയ്താൽ അസീദന്നക്കും, നിങ്ങൾക്ക് ഞാൻ ജാസ്തിയാക്കും. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത്, അതേപോലെ തന്നെ നിങ്ങളുടെ ആയുസ്, നിങ്ങളുടെ ഇൽമ്, ഇതിന് മുഴുവനും ഞാൻ ജാസ്തിയാക്കും, കൂടുതലാക്കും. അതിന് ബർക്കത്തുണ്ടാകും. വലയിൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ അവനിക്ക് തന്ന ആയുസിന്റെ, അവനിക്ക് തന്ന ആരോഗ്യത്തിന്റെ, അവനിക്ക് തന്ന സമ്പത്തിന്റെ, അവനിക്ക് തന്ന ജീവിത രീതിന്റെ, അവന്റെ എല്ലാ സുഖസൗകര്യങ്ങളും അനുസരിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാതെ ഒരഞ്ച് വഖ്ത് നമസ്കാരം പോലും അതായി നിസ്കരിക്കാതെ, അവന്റെ സ്വന്തം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതെ, അവരെ സന്തോഷിപ്പിക്കാതെ, പാവങ്ങളെ തിരിഞ്ഞും മറിഞ്ഞും നോക്കാതെ, കന്നുകാലികളോട് കൃപ ചെയ്യാതെ, പിഞ്ചുമക്കളോട് കൃപ ചെയ്യാതെ, വയസ്സന്മാരെ ബഹുമാനിക്കാതെ നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ അദാബ്, എന്റെ ശിക്ഷ അതികഠോരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ, മുത്തുമുഅ്മിനീകളെ, മുഅ്മിനാത്തുകളെ, ഞാനടക്കം എല്ലാവരും തന്നെ നമ്മുടെ കഴിവിന്റെ പരമാവധി റബ്ബിലേക്ക് അടുക്കാൻ നാം പരിശ്രമിക്കണം. റബ്ബി എത്ര അനുഗ്രഹമുള്ളവനാണ്. ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ബഹുമാനം 7 ആകാശം നിറയുന്നു. വീണ്ടും ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുമാനം 7 ഭൂമി നിറയുന്നു. വീണ്ടും ഒരു ഹംദ് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ മോനെ ചോദിക്കുന്നത്, ചോദിച്ചോ, ഞാൻ എനിക്ക് തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, ചെറിയൊരു നിഅമത്തിലേക്ക് തന്നെ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ, ഏതൊരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ 5 വഖ്ത് നമസ്കാരം ഖളാവാ നിർവഹിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
നന്ദി അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് നാം നന്ദി ചെയ്തവരായി മാറുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ എല്ലാവരും തന്നെ കഴിവിന്റെ പരമാവധി റബ്ബിങ്കിലേക്ക് അടുക്കാൻ നാം പരിശ്രമിക്കണം. നമ്മുടെ കൂട്ടത്തിൽ പരസ്പരമായി 1, 2, 3 ആളെ കാണുമ്പോൾ പരസ്പരം നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക, നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണം നമുക്ക് ലഭ്യമാണ്. ഇനി പക്ഷേ നമുക്ക് ചിലപ്പോ സൂക്കട് വന്നു പോകും, അതേപോലെ തന്നെ വിഷം വന്നു പോകും, മുസീബത്ത് വന്നു പോകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന മുസീബത്തും വിഷവും ബുദ്ധിമുട്ടും രോഗവും ഒക്കെ അത് നമുക്ക് നന്മയാണ്, ഗുണമായി മാറുന്നു. മാത്രമല്ല ഒരു രോഗിയെ കാണുമ്പോൾ പോലും നാം ആ രോഗിയോട് ദ്വാരക്കാൻ പറയണമെന്നാണ് പറയുന്നത്. ഒരു സൂക്കട് പിടിച്ചവനെ, ഒരു പനി പിടിച്ചവനെ, ഒരു രോഗം പിടിച്ചവനെ, ഒരു അടിമിട്ടായി കിടക്കുന്നവനെ കണ്ടാൽ നാം മനസ്സിലാക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് കൃപ ചെയ്തത് കൊണ്ടാണ്, അവനിലേക്ക് റഹ്മത്ത് ചെയ്തത് കൊണ്ടാണ് അവനക്ക് സുഖട് കൊടുത്തത് എന്ന്. നാം ഒക്കെ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ ചെയ്യുന്നവരാണ്. മക്കയിൽ വെച്ചുകൊണ്ടോ മദീനയിൽ വെച്ചുകൊണ്ടോ ഒരു പനി വന്നാൽ തന്നെ അവനിക്ക് നരകം ഹറാമാവുമെന്ന് എനിക്കൊരു സ്ഥലത്ത് കാണുകയുണ്ടായി. രോഗിയോടവൻ ചോദിക്കണം, അവനിക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ചോദിക്കണം. രോഗികളെ കാണുമ്പോൾ അവർക്ക് വേണ്ടി അവരെ ആശ്വസിപ്പിക്കണം, അവരെ സന്ദർശിക്കണം, അവർക്ക് വേണ്ടുന്ന സുഖ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. സാമ്പത്തികമായ കഴിവില്ലാത്തവരാണെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. മാത്രമല്ല ദ്വാരക്കാൻ വേണ്ടി പറയണം. ദ്വാരക്കാൻ വേണ്ടി പറയുമ്പോ ഇവിടെ ഒന്ന് സൂക്ഷിക്കാനുള്ളത്, പല ജാതി സഹായ സഹകരണം ചെയ്യുമ്പോൾ ദ്വാരക്കണമെന്ന് പറയാണ്ടിരിക്കലാണെന്ന്. ഒരാൾക്ക് ഗുണം ചെയ്തു, ആ ഗുണം ചെയ്ത ഉടനെ നിങ്ങൾ ദ്വാരക്കണം എന്ന് പറയാണ്ടിരിക്കലാണെന്ന്. കാരണം ആ ദ്വാരക്കണം എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ കൂലി ദ്വാരക്കണമെന്ന് പറയാതെ നിന്നാൽ അവർക്ക് ലഭ്യമാകുമെന്നാണ് മുഅ്മിനുകളെ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമ്പോൾ അതിന് നാം പ്രതിഫലമായി ദുആയിരക്കും, അതേപോലെ തന്നെ അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും ലഭ്യമാകും. ഇന്ന് നമ്മുടെ ബുഖാരി എഡ്യൂക്കേഷൻ സെന്ററിൽ നമുക്ക് വേണ്ടി ഒരുപാട് പേര് സഹായിക്കുന്നവരുണ്ട്, ഭക്ഷണം തരുന്നവരുണ്ട്, സാമ്പത്തികമായ ചില സൗകര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, മുത്താലിമക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവർക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു ചൊരിയുകയും മുറാദുകൾ പൂർത്തിയാക്കുകയും സന്തോഷത്തിലാക്കുകയും, ഏതൊക്കെ മുറാദുകളാണോ അവർ കരുതിയത് ആ മുറാദുകൾ അവർക്ക് നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ, നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ, നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. പറഞ്ഞു വരുന്നത് രോഗിനോട് അവനക്ക് ദ്വാരക്കാൻ വേണ്ടി കാണൽ സിഹത്തുൽ ഖബർ ഹദീസ് സഹിയായി വന്നിട്ടുണ്ട്. ബിൽ അംരി കൽപ്പന കൊണ്ട്, വഅന്നഹു തീർച്ചയായിട്ടും അവൻ കദുആഇൽ മലായിക അവന്റെ ദുആ മലക്കിന്റെ ദുആന്റെ പ്രതിഫലമാണ്. മലക്കിന്റെ ദുആ പോലെയാണ് രോഗിയുടെ ദുആ. അവിടെ ഏതൊരു രോഗിയെ കണ്ടാലും, ഒരു വിഷമിച്ചവരെ കണ്ടാൽ നാം എന്ത് വേണം? ദ്വാരക്കാൻ വേണ്ടി പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് രോഗം തരുന്നത്, വിഷമം തരുന്നത്, മുസീബത്ത് തരുന്നത്. വൽ ബുഖാരി ഇമാം പറയുന്നു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ യുസബു മിൻഹു അവനിക്ക് മുസീബത്ത് കൊടുക്കും. വയജ്ഹുല്ലാഹു ഇലൈഹി മുസീബത്തുൻ, അല്ലാഹുവിലേക്ക് ഒരു മുസീബത്ത് അല്ലാഹു മുന്നടിക്കും. ഔ ബലാഉൻ എന്നാണ് പറഞ്ഞത്. ഒരു മുസീബത്ത്, ഒരു ബലാ, ഒരു വിഷമം എനിക്ക് കൊടുക്കും. ആരിക്കാണ് വിഷമം കൊടുക്കുന്നത്? ആരിക്കാണ് മുസീബത്ത് കൊടുക്കുന്നത്? ആരിക്കാണ് രോഗം കൊടുക്കുന്നത്? അവനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിക്കുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് പറയുന്നത്, മയ്യുരിദില്ലാഹു ബിഹി, ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ച്, എന്നാൽ യുസബു മിന്നു
അയ്യുവജ്ജഹുല്ലാഹു ഇലൈഹി മുസീബത്തുൻ ഔ ബലാഉൻ, അവനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബലാഗർക്കും ഒരു മുസീബത്തിറക്കും എന്ന് വേണ്ട. വഹുമ്മാ ലൈലത്തിൻ, ഒരു രാത്രി തന്നെ അവർക്ക് പനിച്ചു. ഒരു പനി വന്നാൽ ഒരു 3 ദിവസം ഉണ്ടാവുന്ന പറയുന്നത്. അത് കുളി കുടിച്ചാലും കുളി കുടിച്ചില്ലെങ്കിലും ഡോക്ടറെ കാണിച്ചില്ലെങ്കിലും അത് 3 ദിവസം ഉണ്ടാവുന്ന പറയുന്നത്. വഹുമ്മാ ലൈലത്തിൻ, ഒരേ ഒരു രാത്രി 12 മണിക്കൂർ അവനിക്ക് പനി ഉണ്ടായി കഴിഞ്ഞാൽ തുകഫിറു ഖതായാ സനത്തിൻ മജ്രിയത്തിൻ ഐ കാമിലത്തിൻ, പരിപൂർണമായ ഒരു കൊല്ലത്തെ ദോഷം അവനിക്ക് പൊറുക്കപ്പെടുമെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. വഹുമ്മാ ലൈലത്തിൻ, ഒരു രാത്രിയുടെ പൈനി തുകഫിറു, അത് പൊറുപ്പിച്ച് കളയും. ഖതായാ സനത്തിൻ മജ്രിയത്തിൻ ഐ കാമിലത്തിൻ, പരിപൂർണമായ ഒരു കൊല്ലത്തെ ദോഷത്തിന് അത് പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ മുസീബത്ത് വരുന്നത്, വിഷം വരുന്നത്, ബുദ്ധിമുട്ട് വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് കൃപ കാണിച്ചത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാമത്തുൽ ഹാഫിദ് സിർജീനി വഗൈറുഹു, ബഹുമാനപ്പെട്ട അല്ലാമത്തുൽ ഹാഫിദ് സിർജീനി വഗൈരിഹി എന്നാൾ പറയുന്നു, മുത്തുമുഅ്മിനീകളെ, ഇങ്ങനെയുള്ള വിഷം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ നാം അത് എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ നമസ്കാരം ഖലാകാൻ പാടില്ല. അത് സൂക്ഷിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏതെങ്കിലും ഒരു വിഷമം തന്ന്, ഒരു രോഗം തന്ന്, ഒരു മുസീബത്ത് തന്ന്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റർ എന്നെങ്കിൽ ഈ നമസ്കാരം ഖലാകാൻ പാടില്ല. നിസ്കാരം ഖലാവാ നിർവഹിക്കണം. ഒരു നിലക്കും നമസ്കാരം ഖലാകാൻ പാടില്ല. യാത്രയിൽ നമസ്കാരം ഖലാകാൻ പാടില്ല. പനി വന്നാലോ, വിഷം വന്നാലോ, ബുദ്ധിമുട്ട് വന്നാലോ, അഡ്മിറ്റിലായാലോ ഒരു നിലക്കും നമസ്കാരം ഖലാകാൻ പാടില്ല. ഖലായി കഴിഞ്ഞാൽ നമ്മുടെ ആ പരീക്ഷയിൽ നിന്ന്, അതേപോലെ തന്നെ ആ രോഗത്തിന് കിട്ടുന്ന ആ കൂലി നമ്മൾക്കത് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുത്തുമൂമിനികൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ കഴിവിന്റെ പരമാവധി 5 വക്ത് നമസ്കാരം ഖലാവാതെ അവ്വലായ വക്തിൽ തന്നെ ഇമാമും ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ പരിശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മുത്തുമുഅ്മിനീകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി വരുന്ന ആ റബീഉൽ അവ്വൽ മാസമെങ്കിലും നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ അത് വലിയൊരു സൗഭാഗ്യമാണ്. അർഹമുർ റഹീം റബ്ബേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ അടുക്കൽ ബഹുമാനിക്കപ്പെടുന്ന സർവ്വത്തിന്റെ ഖൈർ കൊണ്ടും ആ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം എത്തിക്കണേ അല്ലാ. ആ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമുക്ക് എത്തിച്ചേരണേ അല്ലാ. ആ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിച്ച ആ 12 പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ, ഒരുപാട് കാലം പങ്കെടുക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. മുത്തുമുഅ്മിനീകളെ, അല്ലാമത്ത് ഹാഫിദ് ഇബ്നു സർജീനി എന്ന മഹാൻ പറയുന്നു, വേറെ ആളും പറയുന്നു, അന്ന ജമീഅൽ അദ്കാർ, മുഴുവൻ ദിക്റുകളും ലാ തുഫീദു, അതിനൊരു ഫായിദയുമില്ല, വലാ തുഖ്ബലു, അത് സ്വീകരിക്കപ്പെടുന്നതുമല്ല, ഇല്ലാ മാ ഹുദൂറിൽ ഖൽബ്, ഖൽബ് ഹാദിറാവലോട് കൂടെയല്ലാതെ. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ, ദിക്ർ പറയുമ്പോ, അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഖൽബ് ഹാദിറാകണം. ഇത് റബ്ബിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്, റബ്ബ് കാണുന്നുണ്ട്, റബ്ബിന്റെ ദിക്റാണ്, റബ്ബിനോട് അടുക്കാൻ വേണ്ടിയാണ്. ശരിയൊരു ഇഖ്ലാസ് വേണം, അല്ലെങ്കിൽ അത് കബൂലാവൂല. ഇല്ല സ്വലാത്ത് അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിന്റെ പേരിലുള്ള സലാത്ത് ഒഴികെ ഫഇന്നഹാ തുഖ്ബലു, അത് സ്വീകരിക്കപ്പെടും. മഅദമി ഹുദൂറിൽ ഖൽബ്, അത് ഖൽബ് ഹാദിറാകണമെന്നോ അല്ലെങ്കിൽ നിയത്ത് വേണമെന്നോ വുദു വേണമെന്നോ ഒന്നുമില്ല. ഒരു നിബന്ധനയുമില്ലാതെ ആ സ്വലാത്ത് നമ്മൾ സ്വീകരിക്കും. അതേപോലെ തന്നെ നാം ഗീബത്ത് നമീമത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഇബാദത്തിന്റെ കൂലി അവരിലേക്ക് ഓട്ടോമാറ്റിക്കായി പോകും. അത് പോകുമ്പോൾ സ്വലാത്തിന്റെ കൂലി പോകുന്നതല്ല. ഇനി ഇബാദത്തില്ല, ഒരാൾ നാം ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, നമ്മളെ അങ്ങോട്ട് പോകാൻ ഇബാദത്തില്ല, നിസ്കാരമില്ല, നോമില്ല, സക്കാത്തില്ല, ഹജ്ജില്ല എങ്കിൽ ആരെയാണ് നാം ഗീബത്ത് നമീമത്ത് പറഞ്ഞത്? അവന്റെ ദോഷം നമ്മളിലേക്ക് വന്നുകൊണ്ട് അവനെ ശിക്ഷിക്കുന്നതിന് പകരമായി നമ്മളെ അല്ലാഹു ശിക്ഷിക്കുന്നു. മുത്തുമങ്ങൾ സൂക്ഷിക്കണം. പറഞ്ഞു വരുന്നത് സ്വലാത്ത്, ഫഇന്നഹാ സ്വലാത്ത് തുഖ്ബലു, അത് സ്വീകരിക്കപ്പെടും. ആദമി ഹുദൂറിൽ ഖൽബ്, അദ്മി സ്വലാത്ത് അലൻ നബി മുഹമ്മദി
فقبولها هدم بلا تردد أعمالنا بين القبول وردها إلا الصلاة على النبي محمد. സ്വലാത്തിന് നിങ്ങൾ ദായിമാക്കണം. എപ്പോഴും ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞാൽ പോരാ. അതിമിസ്വലാത്ത അലൻ നബി മുഹമ്മദി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ദായിമാക്കണം, സ്വലാത്ത് അധികരിപ്പിക്കണം. അധികമെന്ന് പറഞ്ഞാൽ 1000 അധികത്തിൽ കുറഞ്ഞത് 300. ഒരു 300എങ്കിലും സ്വലാത്ത് നാം പറയണം. അത് ഏത് സ്വലാത്തായാലും തർക്കേടില്ല. ആ സ്വലാത്തിന് നാം ദായിമയാക്കണം. 1000 തന്നെ കഴിവിന്റെ പരമാവധി പറയാൻ പരിശ്രമിക്കണം. 3 മാസവും 10 ദിവസമാകുമ്പോൾ 1,00,000 സ്വലാത്താണ് ആകാൻ പോകുന്നത്. 1000 സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സ്വലാത്ത് അധികരിപ്പിക്കലായി. 300 പറഞ്ഞാലും സ്വലാത്ത് അധികരിപ്പിക്കലായി. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം വരുന്നതിന് മുമ്പ് തന്നെ ആ സ്വലാത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കണം. ദിവസത്തിൽ ഒരു 300 ദിവസത്തിൽ ഒരു 1000 സ്വലാത്ത് പറയാൻ പരിശ്രമിക്കണം. സ്വലാത്ത് തുടങ്ങുന്നതിന് മുമ്പ് 300 തുടങ്ങുന്നതിന് മുമ്പ് 1000 തുടങ്ങുന്നതിന് മുമ്പ് റബ്ബിനോട് ചോദിക്കണം, റബ്ബേ ഇതാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ദിവസം ഒരു 300 സ്വലാത്ത് അല്ലെങ്കിൽ ഒരു 1000 സ്വലാത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇത് പറയാനും അത് ദിവസം പറയാനും വിട്ടുപോകാതെ പറയാനും, ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയാൽ പിറ്റേ ദിവസം 300 പറയുന്ന 600 പറയുവാനും, 1000 പറയുന്നാൽ പിറ്റേ ദിവസം 2000 പറയുവാനുള്ള ഒരവസരം ഉണ്ടാക്കണമെന്ന് നിയത്ത് ചെയ്തുകൊണ്ട് നല്ല ദുആയോട് കൂടെ ആരംഭിക്കണം. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ദിവസം നമുക്കെല്ലാവർക്കും ഒരു 300 സ്വലാത്തെങ്കിലും നീ പറയാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലെങ്കിൽ ഒരു 1000 സ്വലാത്ത് പറയാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അതിമി സ്വലാത്ത് അലൻ നബി മുഹമ്മദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് നീ ദായിമാക്കണം. ഫഖബൂലുഹാ, അത് സ്വീകാര്യമാകൽ ഹത്മുൻ, അത് നിർബന്ധമാണ്. വായിൽ നിന്ന് സ്വലാത്ത് വീണ് കഴിഞ്ഞാൽ അത് നിർബന്ധമാണ്, കബൂലാൽ നിർബന്ധമാണ്. ബിലാ തറദ്ദുദി, ഒരു സംശയം വെക്കണ്ട. അഅമാലുനാ ബൈനൽ കബൂലി വറദ്ദിഹാ, നമ്മുടെ അമല് അത് കബൂലാണോ റദ്ദാണോ, അത് സ്വീകാര്യമാണോ അല്ലേ, നമ്മുടെ സംസാരം നമ്മൾ കേൾക്കുന്നത്, ദിക്ർ പറയുന്നത്, മറ്റുള്ള ഇബാദത്ത് കേൾക്കുന്നത് അത് കബൂലാണോ ഇല്ലേ എന്ന് പറയാൻ സാധ്യമല്ല. ഇല്ല സ്വലാത്ത അലൻ നബി മുഹമ്മദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്ത് ഒഴികെ അത് കബൂൽ തന്നെ. അതുകൊണ്ട് മുഅ്മിനീകളെ, നമുക്ക് ആയിഷ എന്നതിന്റെ പേരിൽ, നമ്മളെ മുസ്ലിമാക്കിയതിന്റെ പേരിൽ, മുഹമ്മദായതിന്റെ പേരിൽ, ആയിഷയായതിന്റെ പേരിൽ, ഫാത്തിമയായതിന്റെ പേരിൽ 5 വക്ത് നമസ്കാരം ഖളാവ നിർവഹിക്കണം. മാത്രമല്ല കഴിവിന്റെ പരമാവധി സ്വലാത്ത് പറയാൻ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽ ഈമാനു ഉരിയാനും വലിബാസുഹാ തഖ്വാ വസീനത്തുഹു വൽ ഹയാ വസമറത്തുഹു അൽ ഇൽം. മൂമിനായാൽ പോരാ, മുസ്ലിമായാൽ പോരാ, ഫാത്തിമയായാൽ, ആയിഷയായാൽ, മുഹമ്മദായാൽ, അഹമ്മദായാൽ പോരാ. എന്ത് വേണം? മുഅ്മിനാണ് എങ്കിൽ ഈ മുഅ്മിൻ ഉരിയാനിയാണെന്നാ പറയുന്നത്. മുഹമ്മദാകട്ടെ, അഹമ്മദാകട്ടെ, ഫാത്തിമയാകട്ടെ, ആയിഷയാകട്ടെ, നാം ഒരു വസ്ത്രമില്ലാത്തവരാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാൻ വസ്ത്രമില്ലാത്തവരാണ്. നമ്മൾക്ക് ഒരു വസ്ത്രമുണ്ട്. എന്താണ് വസ്ത്രം? വലിബാസുഹു അത്തഖ്വാ. മുഹമ്മദിന്റെ, അഹമ്മദിന്റെ, ആയിഷന്റെ, ഫാത്തിമന്റെ ഡ്രസ് തഖ്വയാണ്. മുത്തുമൂമിനെ നാം മനസ്സിലാക്കണം. തഖ്വ എന്ന് പറഞ്ഞാലുണ്ട് ഹറാം മുഴുവനും പടിയിലാണ് തഖ്വ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പ്രവർത്തിക്കണം കാഫ മുഴുവനായിട്ടും. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഇസ്ലാം ഉണ്ടായാൽ പോരാ. ഒരു 5 വക്ത് നമസ്കാരം മാത്രം ഫർദ് നമസ്കാരമുണ്ട്. റമദാനിൽ ഒരു 30 നോമ്പ് മാത്രമുണ്ട്. കണക്കനുസരിച്ച് സകാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല, പറ്റൂല. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, എല്ലാ ഭാഗത്തിലും ഇസ്ലാം ഉണ്ടാകണം. മാതാപിതാക്കളുമായി അടുക്കുമ്പോൾ, ഭാര്യ മക്കളുമായി ബന്ധപ്പെടുമ്പോൾ, അതേപോലെ തന്നെ ഉസ്താദും ശിഷ്യന്മാരായി ബന്ധപ്പെടുമ്പോൾ, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഏതൊക്കെ മാർഗത്തിലുണ്ടോ ആ മാർഗം മുഴുവനും ഇസ്ലാം വേണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുക പരിപൂർണമായിട്ട്. അതേപോലെ നാം മുസ്ലിമായി കഴിഞ്ഞാൽ
നമ്മുടെ ഡ്രസ് തഖ്വയാണ്. നാം ഇപ്പോ ഭോവിക്കാനത്തിലൂടെ നടന്നു പോകുന്നു, പക്ഷേ ഒരു മുഴുവൻ ഹറാമും നാം കാണുന്നു, ഹറാമ് സംസാരിക്കുന്നു, നമസ്കാരം കളാക്കുന്നു. ഇങ്ങനെ പോകുമ്പോൾ വസ്ത്രമില്ലാതെയാണ് നാം പോകുന്നത്. മുസ്ലിമിന്റെ വസ്ത്രമില്ല, മുഹമ്മദിന്റെ വസ്ത്രമില്ല, ആയിഷാന്റെ വസ്ത്രമില്ല. അതേപോലെ തന്നെ പെണ്ണുങ്ങൾ ടൗണിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ അവർ വല്ല കല്യാണ പരിപാടിയിലേക്ക് പോകുമ്പോൾ, അവർ മുഖം തുറന്നു പോകുമ്പോൾ അവരുടെ ഈമാനിക, അവരെ മുഅ്മിനിന്റെ ഡ്രസ് അവർക്കില്ല. അത് നാം മനസ്സിലാക്കേണ്ടതാണ്. പെണ്ണുങ്ങളുടെ ഔറത്ത് നാം മനസ്സിലാക്കേണ്ടത് മുങ്കയും മുഖവും കാണാ എന്ന് പറഞ്ഞത് അത് നമസ്കാരത്തിലാണ്. അന്യാളിലേക്ക് നോക്കുമ്പോൾ അവര് മുങ്കയും മുഖമൊക്കെ ഔറത്താണ്. ടൗണിൽ പോകുമ്പോൾ, അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോ, കുടുംബക്കാരുടെ അടുക്കലേക്ക് പോകുമ്പോ എന്ത് പാടില്ല? മുഖം തുറക്കാൻ പാടില്ല. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. മുഖങ്ങൾ തുറന്ന്, പെണ്ണുങ്ങൾ മുഖം തുറന്ന് ടൗണിലൂടെ അല്ലാതെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും അന്യപുരുഷൻ കാണാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ, അവർ അവസരം ഉണ്ടാക്കി കൊടുത്താൽ, മുത്തുമുഅ്മിനുകളെ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് 2 ശിക്ഷയല്ലേ കിട്ടുന്നത്. മുഖം തുറന്നവര് ശിക്ഷ കിട്ടി, മാത്രമല്ല മറ്റുള്ളവനെ നമ്മുടെ നോക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ലേ, അപ്പൊ 2 ശിക്ഷയല്ലേ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് മുത്തുമുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് വേണം? നാം മുഖം മറക്കണം. മുഖം മറക്കാതെ പുറത്തിറങ്ങുവാനോ, കല്യാണ സദസ്സിലേക്ക് പോകുവാനോ, മറ്റു പരിപാടിയിലേക്ക് പോകാനോ പാടില്ല. വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് പറയാനുള്ളത്? വലിബാസുഹു അത്തഖ്വാ, ഇസ്ലാമിന്റെ ഡ്രസ് ഊരി പോയ മാതിരിയായി. നാം മുഖം തുറന്നുകൊണ്ട് ടൗണിലൂടെ പോയാൽ, കല്യാണത്തിന് പോയാൽ എന്തായി? ഭയങ്കരമായ ഡ്രസ് ധരിച്ചിട്ടുണ്ടാവും, സാരി ധരിച്ചിട്ടുണ്ടാവും, ബുർക്ക ധരിച്ചിട്ടുണ്ടാവും, എത്രയോ 3000, 4000, 5000, 10,000 ഉള്ള ഡ്രസ് ധരിച്ചിട്ടുണ്ട്. പക്ഷേ അവന്റെ ഈമാനിന്റെ ഡ്രസ് അവനിൽ ഊരിപ്പോയിട്ടുണ്ട്. ഈമാനിന്റെ ഡ്രസ് ഇല്ല, ഈമാനിന്റെ ഡ്രസ് ഊരി. വലിബാസുഹു അത്തഖ്വാ, അവന്റെ തഖ്വയാണ് ഡ്രസ്. മുഖം മറക്കലാണ് ഡ്രസ്, ഔറത്ത് മറക്കലാണ് ഡ്രസ്. വസീനത്തുഹു അൽ ഹയാ, എന്താണ് അവന്റെ ഭംഗി? ഈമാനിന്റെ ഭംഗി, ഇസ്ലാമിന്റെ ഭംഗി, മുഹമ്മദിന്റെ ഭംഗി, അഹമ്മദിന്റെ ഭംഗി, ഫാത്തിമാന്റെ ഭംഗി, ആയിഷാന്റെ ഭംഗി അൽ ഹയാ, ലജ്ജയാണ്, നാണക്കേടാണ്. ഹറാമ് ചെയ്യുമ്പോൾ, ഹറാമ് കാണുമ്പോൾ ഒരു ലജ്ജ നമുക്കില്ല എങ്കിൽ, ഒരു ലജ്ജ നമുക്ക് വരുന്നില്ല എങ്കിൽ, നമ്മുടെ എത്രയോ വില മതിക്കാത്ത ഡ്രസ്സ് നാം ധരിച്ചിട്ടുണ്ടാകും, എത്രയോ വില മതിക്കാത്ത ഫൈൻഡ് ഡ്രസ്സും, അതേപോലെ തന്നെ പെണ്ണുങ്ങൾ സാരിയും ബുർഖയും എടുത്തിട്ടുണ്ടാവും. പക്ഷേ ആ ഹയാ ഇല്ലെങ്കിൽ, ആ ലജ്ജയില്ലെങ്കിൽ, ഈമാനിക ഡ്രസ് നമ്മൾ ഊരിപ്പോയിരിക്കുകയാണ്. അതിന്റെ ഭംഗിയില്ല, ഈമാന്റെ ഭംഗിയില്ല. നാം ഒരുപാട് വില കൊടുത്തുകൊണ്ട് നാം ഭംഗിയാക്കിയിട്ടുണ്ടാകും. നമ്മ ഡ്രസ് ധരിച്ചിട്ടുണ്ടാകും, പാന്റ് ധരിച്ചിട്ടുണ്ടാകും, ബുർക്ക ധരിച്ചിട്ടുണ്ടാകും, സാരി ധരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഭംഗിയില്ല. ഭംഗി എന്താണ്? ഹയാണ്, ലജ്ജയാണ്. വസമറതുഹു അൽ ഇൽം, അതേപോലെ തന്നെ ഈമാനിന്റെ ഫലമാണ് ഇൽമ്. ഇൽമ പറയൽ, അത് കേൾക്കൽ, അത് മനസ്സിലാക്കൽ, അതുപോലെ പ്രവർത്തിക്കൽ, അത് പഴമാണ്. ഇൽമ നമ്മുടെ ഈമാനിന്റെ പഴമാണ്. നാം ഒക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാൻ ഉര്യാനിയാണ്. ഈമാൻ ഡ്രസ് ഇല്ലാതെയാണ് നിൽക്കുന്നത്. ആ ഈമാനിന്റെ ഡ്രസ്സാണ് തഖ്വ ഉണ്ടാകുക എന്നുള്ളത്. ഈമാനിന്റെ ഡ്രസ് തഖ്വ എന്ന് പറഞ്ഞാൽ ഹറാം മുഴുവനും ഉപേക്ഷിക്കുക, 5 വക്ത് നമസ്കാരം ഖളാ നിർവഹിക്കുക. അതിന്റെ ഭംഗി ലജ്ജ ഉണ്ടാകണം. അവിടുത്തെ തുറക്കുമ്പോൾ നമുക്ക് ലജ്ജ ഉണ്ടാകണം. അതിന്റെ പഴം ഇൽമുണ്ടാകണം. നമുക്ക് ഇൽമിനെ കരഗതമാക്കാൻ പരിശ്രമിക്കണം. നമുക്ക് ഇപ്പോൾ ഫോണില്ലാത്തവർ വളരെ കുറവാണ്. എല്ലാ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഫോണാണ്. നല്ല നല്ല ഉസ്താദന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് ഒരുപാട് ഇൽമു കരഗതമാക്കാൻ നാം പരിശ്രമിക്കണം. ഒന്നും കൂടി നാം മനസ്സിലാക്കണം, അൽ ഈമാൻ, മുഹമ്മദ്, അഹമ്മദ്, ആയിഷ, ഫാത്തിമ ഉരിയാനെയാണ് നിൽക്കുന്നത്. വലിബാസുദിന്റെ ഡ്രസ് തഖ്വയാണ്, ഈമാനിന്റെ ഡ്രസ് തഖ്വയാണ്. തഖ്വ വേണം, ഹറാം മുഴുവൻ ഉപേക്ഷിക്കണം. നിസ്കാരം ഉണ്ടാകണം, നോമ്പ് സകാത്ത് ഉണ്ടാകണം. അതിന്റെ ഭംഗി വേണോ? ഹയാ, ലജ്ജ ഉണ്ടാകണം. പെണ്ണുങ്ങളൊക്കെ മുഖം തുറന്ന് ടൗണിലൂടെയോ കല്യാണത്തിനോ പോകാൻ പാടില്ല. അതിന്റെ പഴം വേണോ? ഇൽമുണ്ടാകണം. ആ കാര്യം നാം ഒക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഇനി വരുന്ന റബീഉൽ അവ്വൽ മാസത്തിന്റെ ഹഖ് ജാബർക്കത്ത് കൊണ്ട്
ഉരിയാനാകുന്ന ഈമാനിക്ക് ഡ്രസ്സാകുന്ന തഖ്വ നൽകണേ അല്ലാഹ്. ഈമാനാകുന്ന അതിന്റെ ഭംഗി ഹയാ ലജ്ജ തരണേ അല്ലാഹ്. അതേപോലെ തന്നെ ഈമാനിന്റെ പഴമാകുന്ന ഇൽമ തരണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനി വരുന്ന റബീഉൽ അവ്വൽ മാസത്തിന്റെ ഹഖ് ജാവർത്ത് കൊണ്ട് നമ്മുടെ മുഹമ്മദിന്, അഹമ്മദിന്, ആയിഷാക്ക്, ഫാത്തിമാക്ക് അവരുടെ ഈമാനാകുന്ന ഉരിയാനായിരിക്കുന്നതിന്റെ ഡ്രസ്സാകുന്ന തഖ്വ നൽകണേ അല്ലാഹ്. അതിന്റെ ഭംഗിയാകുന്ന ഹയാ ലജ്ജ നൽകണേ അല്ലാഹ്. അതിന്റെ ഭംഗിയാകുന്ന ഇൽമ നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ലമ്മാ സഅല മൻ നജാത്ത്, രക്ഷ എങ്ങനെ നബിയേ, രക്ഷ എങ്ങനെ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അംലിക അലൈക ലിസാനക, നിന്റെ നാവിനെ നീ പിടിച്ചു നിൽക്ക്. നാം രണ്ടാൾ കാണുമ്പോ, മൂന്നാൾ കാണുമ്പോ പരസ്പരം ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാൻ, കളവ് പറയാൻ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൊട്ടി ചിരിക്കാൻ നാം സൂക്ഷിക്കണം. അത് ഈമാന്റെ ഡ്രസ്സില്ലാതെയാകുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്ത്? തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്ത്? നമ്മുടെ വായിലുള്ള വാക്കുകൾ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, മൻ നജാത്തു, എങ്ങനെ നബിയെ രക്ഷപ്പെടുക? രക്ഷ എങ്ങനെ നബിയെ? നമുക്കെല്ലാവർക്കും ചോദ്യമുണ്ട്. സാധുവായ എനിക്ക് ചോദ്യമുണ്ട്, ഇത് കേൾക്കുന്നവർക്ക് ചോദ്യമുണ്ട്, ആണുങ്ങൾക്ക് ചോദ്യമുണ്ട്, പെണ്ണുങ്ങൾക്ക് ചോദ്യമുണ്ട്, എല്ലാവർക്കും ചോദ്യമുണ്ട്. ആര് ചോദിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചതുപോലെ, മൻ നജാത്ത്, എങ്ങനെയാണ് നബിയെ രക്ഷപ്പെടുക? എങ്ങനെ ഞാൻ മനുഷ്യനായി, മുസ്ലിമായി, മുഅ്മിനായി, എന്റെ മാതാപിതാക്കൾ മുസ്ലിമായത് കൊണ്ടാണ് ഞാൻ മുസ്ലിമായത്, എങ്ങനെയും ഞാൻ മുസ്ലിമായി വന്ന് ഇനി രക്ഷപ്പെടലല്ലാതെ സാധ്യമല്ല നബിയെ, നിർബന്ധമായ രക്ഷപ്പെടണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉഖബത്ത് ഇബ്നു ആമിർ ചോദിച്ചതുപോലെ മൻ നജാത്ത്, രക്ഷ എങ്ങനെ? നമുക്കും ആ ചോദ്യമുണ്ട്, എല്ലാവർക്കും ആ ചോദ്യം ഉണ്ടാകണം. മാതാപിതാക്കൾക്ക്, ഭാര്യ മക്കൾക്ക്, മക്കളെ മക്കൾക്ക്, കുടുംബങ്ങൾക്ക്, മുസ്ലിമുകൾക്ക്, ഫാത്തിമക്ക്, ആയിഷക്ക്, മുഹമ്മദ്, അഹമ്മദ്, എല്ലാവർക്കും ആ ചോദ്യം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അംലിക് അലൈക ലിസാനക, നിന്റെ നാവിനെ കടിഞ്ഞാണപ്പെടണം. നിന്റെ നാവിനെ ഒരു ലൈസൻസ് ഇല്ലാതെ അങ്ങനെ ഊരിവിടാൻ പാടില്ല. അതിനൊരു അംലിക അലൈക ലിസാനക, നിന്റെ നാവിനെ നീ പിടിച്ചു നിൽക്കുക. നീ ചെയ്ത കുറ്റത്തിന്മേൽ നമ്മൾ പാപങ്ങളാണ്, ഇൽമു കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്, എന്ത് എന്നുള്ള ബോധം വളരെ കുറഞ്ഞവരാണ്. പക്ഷേ ഒന്നും പേടിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു സമയത്ത് രാത്രിയോ പകലോ സദസ്സിലോ അല്ലാതെയോ ഒറ്റക്കിരുന്നോ അല്ലാതെയോ ഒരു തുള്ളിയെങ്കിലും കണ്ണുനീർ ഒലിപ്പിക്കാൻ പരിശ്രമിക്കും. നിന്റെ തെറ്റിന്റെ പേരിൽ, നീ മാതാപിതാക്കൾ ആക്രമിച്ചതിന്റെ പേരിൽ, അവരെ വെറുപ്പിച്ചതിന്റെ പേരിൽ, അവരെ സന്തോഷിപ്പിക്കാത്തതിന്റെ പേരിൽ, അതേപോലെ തന്നെ എന്തൊക്കെ കുറ്റകൃത്യങ്ങളുണ്ടോ അത് മുഴുവനും ചെയ്തതിന്റെ പേരിൽ നീ രക്ഷപ്പെടാം. അതേപോലെ തന്നെ നിന്റെ നാക്കിന് ഒരു കൺട്രോൾ ഉണ്ടാകട്ടെ, രക്ഷപ്പെടാം. കരയാൻ പരിശ്രമിക്ക്, രക്ഷപ്പെടാം. ആരാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. ആരോടാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോടാണ് പറയപ്പെടുന്നത്. രക്ഷപ്പെടാൻ സാധ്യമാകും. നാവിന്റെ കൺട്രോൾ ഉണ്ടായാൽ, ദോഷത്തിന്റെ മേൽ കരഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമുക്ക് രക്ഷ വേണോ? നമുക്ക് ഹിദായത്ത് വേണോ? സലാമത്ത് വേണോ? മൂമിനായി മരിക്കണോ? സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണോ? ഖബറിന്റെ ശിക്ഷ ഇല്ലാതാകണോ? രക്ഷപ്പെടണോ? എന്ത് വേണം? നാം എന്ത് വേണമെന്ന് വെച്ചാൽ നാവിന് ഒരു കൺട്രോൾ ഉണ്ടാകണം. ഒരു നിലക്കും കൂട്ടത്തിലിരുന്ന് കൊണ്ട് അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല. വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സദസ്സിലിരുന്ന് ഏതുവരെ പറയുന്ന ഒരു മജ്‌ലിസിലിരുന്ന് കൊണ്ട് അവിടുന്ന് വിട്ടുപിരിയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ചു കൊണ്ട് ഓരോ സലാത്തോ ഒരു ദുഃഖറോ ഒന്നുമില്ലാതെ വന്ന് വിട്ടുപിരിഞ്ഞാൽ ചത്ത ചകത്തിന്റെ ഇടത്തിൽ വിട്ടുപിരിച്ച പോലെയായി. ഒരുപാട് മജ്‌ലിസ് നാം ഒരുമിച്ച് കൂടുന്നു, കഥ പറയുന്നു, ചിരിക്കുന്നു, വളക്കുന്നു. ആ മജ്‌ലിസ് വിട്ടുപിരിയുമ്പോ ഒരു സലാത്ത് പറയുന്നില്ല, സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് പറയുന്നില്ല, അൽഹംദുലില്ലാഹ് പറയുന്നില്ല, സുബ്ഹാനല്ലാഹ് പറയുന്നില്ല. ഒന്നും പറയാതെ ഒരു മജ്‌ലിസിൽ നിന്നുകൊണ്ട് 5 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂറോ 1 മണിക്കൂറോ സംസാരിച്ച് അണിച്ചു പോയാൽ ആ മജ്‌ലിസിന് അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം ചത്തുനാറുന്ന കഴുതന്റെ അടുക്കൽ വേണിച്ചു പോയത് പോരായി.
ചത്തുനാറുന്ന കഴുതന്റെ അടുക്കയിൽ നിന്ന് ഗണിച്ചു പോയതുപോലെയായി നാ പറയുന്നത്. മുത്തുമുഅ്മിനീകളെ നാം മനസ്സിലാക്കണം. ഏത് പറയുന്ന ഒരു മജ്ലിസിൽ തന്നെ അത് വിട്ടുപിരിയുന്ന സമയത്ത് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് പറഞ്ഞാൽ ഇത് എവിടെയുള്ള ദിക്റാണ്? നാം അറിയുന്ന ദിക്റാണ്. വദുവിന്റെ ശേഷമുള്ള ദുആന്റെ അവസാനമുള്ള ദുആയാണത്. ആ മജ്ലിസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ മജ്ലിസിൽ വല്ല തെറ്റ് സംഭവിച്ചു പോയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടുന്നു. ഒരു തെറ്റുകുറ്റമില്ലാത്ത മജ്ലിസാണെങ്കിൽ ആ മജ്ലിസിന്റെ ഫർ അല്ലാഹു തആല വരുത്തുന്നു. അതുകൊണ്ട് മുത്തുമുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ അവരവർ പരസ്പരം സംസാരിച്ചുകൊണ്ടോ അല്ലാതെയോ ദിക്ർ പറഞ്ഞോ പരിശുദ്ധ ഖുർആൻ ഓതിയോ അല്ലെങ്കിൽ കുടുംബ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടോ അതേപോലെ തന്നെ നല്ല കാര്യ ഉപദേശ നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടോ ഏത് മനുഷ്യൻ വിട്ടു വരുന്ന സമയത്ത് തെറ്റുകൾ പൊറുക്കപ്പെടാൻ വേണ്ടി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് പറയണം. അതേപോലെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ദോഷം എന്തെന്നില്ലെങ്കിൽ അതിന്റെ ബഹുമാനം മാതൃ അല്ലാഹു ഉയർത്തപ്പെടും. നാം സാധാരണ കുടുംബ കാര്യം സംസാരിച്ചെങ്കിലും ഏത് സംസാരിച്ചെങ്കിലും അവിടെ നടിച്ചു പോകുമ്പോ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് നാം എന്താക്കണം? പറയണം. അത് നല്ല സരസാണെങ്കിൽ പടച്ചവനെ ഈ മജ്ലിസിന്റെ കൂലി നാം ലോക മുസ്ലിങ്ങൾക്ക് ഹദിയ ചെയ്യുന്നു എന്ന് പറയണം. പടച്ചവനെ ലോക മുസ്ലിം ഇതിന്റെ സ്ഥലം അതിയതി എത്തിക്കണേ അല്ലാഹ് എന്ന്. ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് ആൾ മരണപ്പെട്ടതെങ്കിൽ ഇന്നല്ലദീ ഫർദ അലൈക്കൽ ഖുർആന ലറാദ്ദുക അലാ മഅദ് എന്ന് പറയണം. വീണ്ടും ആ നല്ല സ്ഥലത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈറായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ചെയ്യുവാനും ഖബറുള്ള ഇബാദത്ത് എടുക്കുവാനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നാം ഒരു മുഅ്മിനായി കഴിഞ്ഞാൽ ഇത്യാദി കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ഇത്യാദി ആണുങ്ങളും പെണ്ണുങ്ങളും ഇത്യാദി കാര്യം സൂക്ഷിച്ചാൽ നല്ല കാര്യം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നാം ഒരു മുഅ്മിനായി കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇന്ന മൻസിലത്തൽ മുഅ്മിൻ മുഅ്മിന്റെ സ്ഥാനം ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ അഅലമു മിൻ മൻസിലത്തിൽ മലായികത്തിൽ മുഖറബീൻ മുഖറബീങ്ങളായ മലക്കിന്റെ സ്ഥാനത്തിനേക്കാളും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായത് മുഅ്മിനാണ്. ഒന്നും കൂടി ഞാൻ പറയുന്നു ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടെ ഉദ്ഖുലൂ ഫിൽ ഇസ്ലാമി ഖാഫ എല്ലായിടത്തും ഇസ്ലാം ഉണ്ടാകണം. എല്ലാ സംസാരിക്കുമ്പോ ടൗണിൽ പോകുമ്പോ വരുമ്പോ കല്യാണത്തിന് പോകുമ്പോ പരിപാടിക്ക് പോകുമ്പോ വരും ഒക്കെ ഇസ്ലാം ഉണ്ടാകണം. അങ്ങനെ സൂക്ഷിച്ച് നടന്ന് ഒരു മുഅ്മിനായി നാം ജീവിക്കുമ്പോൾ ഒരു മുഅ്മിനായ നാം മുഅ്മിനത്തായ ഒരു പെണ്ണായി ജീവിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്നു ഇന്ന മൻസിലത്തൽ മുഅ്മിൻ മുഅ്മിനായ ഒരു മനുഷ്യന്റെ സ്ഥാനം ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ അഅലമു അത് ഏറ്റവും ഉന്നതമായതാണ്. ഏറ്റവും ഉന്നതമായതാണ് മിൻ മൻസിലത്തിൽ മലായികത്തിൽ മുഖറബീൻ അല്ലാഹുവിന്റെ അടുക്കൽ മുഖറബീങ്ങളായ മലക്കുകൾ അവർക്ക് മലമൂത്ര വിസർജനയില്ല, അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് 24 മണിക്കൂർ ഇബാദത്ത് ചെയ്യുന്ന മുഖറബീങ്ങളായ മലക്കിന്റെ സ്ഥാനത്തിനേക്കാളും ഏറ്റവും ഉന്നതമായ സ്ഥാനം മുഅ്മിനായ മനുഷ്യനുണ്ട് എന്ന് പറയുമ്പോൾ ഉദ്ഖുലൂ ഫിസ്ഇൽമി ഖാഫ എല്ലാ ഭാഗത്തിലും ഇസ്ലാമിലേക്ക് കടക്കാൻ പരിശ്രമിക്കുക. ഇൽമു നാം കുറഞ്ഞതിന്റെ പേരിൽ തഖ്വ കുറഞ്ഞതിന്റെ പേരിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം, അതേപോലെ തന്നെ പൊരുത്തക്കേട് സംഭവിക്കാം. എന്ത് വേണം? കരയാൻ പരിശ്രമിക്കണം, കരയണം പ്രിയമുള്ള മുഅ്മിനുകളെ. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വരുന്ന മാസത്തിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് നമ്മൾ ഇന്ന് സന്തോഷത്തോടും റാഹത്തോടുമാക്കണേ അല്ലാഹ്. എല്ലാവിധ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കണേ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ബുഖാരിയ എഡ്യൂക്കേഷൻ സെന്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലീവ് അനുവദിച്ചിരിക്കുകയാണ്. എന്നവർ ഞായറാഴ്ച മഗ്‌രിബിന് മുമ്പായി ഇവിടെ എത്തണം. അതിന്റെ മുമ്പ് ഇവിടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളെ മക്കളെ കൈവിന്റെ പരമാവധി 4-5 ഉസ്താദന്മാരെ കൂടി കൈവിന്റെ പരമാവധി അവരെ ഉയർത്താൻ വേണ്ടി നാം പരിശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ അവര് ഇവിടുന്ന് പരിശുദ്ധ ഖുർആൻ ഓതുന്നു, സുന്നത്ത് നിർവഹിക്കുന്നു. ചില മക്കൾ എന്തെല്ലാം ദുആ ഇറക്കുന്നു, സുബ്ഹാനല്ലാഹ്, നമുക്ക് തന്നെ അത്ഭുതമായി പോകുന്നു.
ചില കുട്ടികൾ സംസാരിക്കുമ്പോൾ അവർ ഒരു ചിലപ്പോ നടന്നു പോകുമ്പോ ഒക്കെ അവർ ദിക്റിൽ കാണാൻ അവര് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ലീവ് കൊടുത്തിരിക്കുകയാണ്. നമ്മളെ മക്കളാണ്, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. കുട്ടികൾ നല്ല ഇവിടെ കൂടുതലുണ്ടാകുന്ന സമയത്ത് നല്ല തലപ്പാവും വെള്ള ഡ്രസ്സുമായി ധരിച്ച് അവർ ക്ലാസ്സിലും കൂടി വരുന്നത് വെള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ്. നമസ്കാരം കഴിഞ്ഞ ഉടനെ അവർ ഒരുപാട് ദിക്ർ സ്വലാത്തുകൾ പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു, അസ്മാഉൽ ഹുസ്ന പറയുന്നു. അനാവശ്യമായി സമയമൊന്നും കളയുന്നില്ല. നാട്ടിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. 5 വക്ത നമസ്കാരം ഖളാവ നിർവഹിക്കാൻ പരിശ്രമിക്കണം. മാത്രമല്ല മുതിർന്ന കുട്ടികൾ 16ഉം 17ഉം വയസ്സായ കുട്ടികൾ അവർക്ക് നമസ്കാരം ഖളാ ഉണ്ട് എന്ന് തോന്നിക്കൊണ്ട് ഒരു ളുഹർ നിസ്കരിച്ചുകൊണ്ട് ഒരു ളുഹർ നിസ്കാരം ഖളാ വിട്ടും, പിന്നെ ഒരു സുബഹി നിസ്കരിച്ചുകൊണ്ട് ഒരു സുബഹി നിസ്കാരം ഖളാ വിട്ടും, അങ്ങനെയുള്ള ബോധത്തോടു കൂടെ ജീവിക്കുന്ന മുത്തഅല്ലിം മക്കളാണ്. അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ ഈ ബുഖാരി എഡ്യൂക്കേഷൻ സെന്റർ പഠിക്കുന്ന മുത്തഅല്ലിങ്ങൾക്ക്
സാധുവായന്റെ ഒരു കാക്ക അബൂബക്കർ ഹാജി ഇന്നലെ ഉച്ചക്കുള്ള ഭക്ഷണം പുരയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ കൊടുത്തു. ഭക്ഷണം മാത്രമല്ല, അതിന് വേണ്ടുന്ന ഒരു മധുരപലഹാരവും തിന്നാനും ഒക്കെ അതിലുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ തക്കതായ പ്രതിഫലം അവർക്കും കുടുംബങ്ങൾക്കും നൽകണേ അല്ലാഹ്. അതേപോലെ തന്നെ മൊയ്തു കാക്കാന്റെ മകൻ ആസ്ഫി എന്ന് പറയുന്ന ആള് ഈ ബുഖാരി എഡ്യൂക്കേഷൻ സെന്ററിലേക്ക് മുസാഫ് വെക്കാൻ വേണ്ടി ഒരു ഡെസ്ക് ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂലി ആ മൊയ്തു കാക്കാന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതേപോലെ തന്നെ സാധുവായ എൻ്റെ അനുജൻ ഇവിടുത്തെ കുട്ടികൾക്ക് രാവിലെയും വൈകുന്നേരത്തെയും ചായക്കടിയായിട്ട് ഒരു 850 രൂപ തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. അതേപോലെ തന്നെ ഒരു അനിയൻ 2000 രൂപ രാവിലെയും വൈകുന്നേരത്തെ ചായന്റെ കടിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുകയും അതിന്റെ കൂലിയൊക്കെ ലോക മുസ്ലിംക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇവിടെ സഹായിക്കുന്ന ആ സഹായം മുഴുവനും അതിന്റെ കൂലി ലോക മുസ്ലിം എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, ലോക മുസ്ലിം എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ കുടുംബത്തിന്റെ വിഷമം തീർക്കണേ അല്ലാഹ്, കടം വിടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ വല്ല വിഷമുണ്ട് എങ്കിൽ, ഒരു രോഗമുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ അല്ലാഹ്, വിഷമുണ്ടെങ്കിൽ നീ അതിനെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ ഇഗ്ഫിർ ലനാ വറഹംനാ ലിവാലിദീനാ റബ്ബനാ ഇർഹംഹും കമാ റബ്ബൗനാ സിഗാറാ വലിമശായിഖിനാ ലിഉസ്താദീനാ വലിമുമ്മാത്തിനാ വലിജമീഇൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്. ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. اللهم ارزقنا واهلنا وحبابنا حج بيتك الحرام والعمرة وزيارة نبيك سيد المصطفى محمد صلى الله عليه وسلم بقية الصالحين. അതേപോലെ തന്നെ ഞാൻ ഒന്നിച്ച് പഠിച്ച എൻ്റെ ഒരു സഹോദരൻ, അതായത് ടി.എച്ച്. അബ്ദുൽ ഖാദിർ ഫൈസി എന്ന് പറയുന്ന ആള്, കുടുംബത്തിനൊരു വിഷമമുണ്ട്, നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്, തീർത്തു കൊടുക്കണേ അല്ലാഹ്, അത് തീർത്തു കൊടുക്കണേ അല്ലാഹ്. അതേപോലെ തന്നെ സാധുവായന്റെ ഒരു ഉസ്താദ് ഫറോപ്പാടം അബ്ദുൽ മുസ്ലിയാരുടെ ഒരു പരിപാടി പുതിയങ്ങാടിൽ വെച്ചുകൊണ്ട് ഞായറാഴ്ച 10 മണി മുതൽ 2 മണി വരെ നടക്കുകയാണ്. അത് പൊരുത്തപ്പെടാനൊക്കെ നടക്കുവാനും അതിൽ ശിഷ്യന്മാർ അതേപോലെ തന്നെ നാട്ടുകാർക്കൊക്കെ അതിൽ പങ്കെടുത്തുകൊണ്ട് നല്ല നിലക്ക് അത് കഴിച്ചു കൂട്ടാനുള്ള ഒരു തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിലേക്ക് വേണ്ടി ആരൊക്കെ അധ്വാനിക്കുന്നോ, ആരൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നോ, ആരൊക്കെ അതിൽ പങ്കെടുക്കുന്നുവോ, ആരൊക്കെ അതിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവർക്കൊക്കെ എല്ലാവിധ ഖൈറും നീ ചൊരിയണേ അല്ലാഹ്, എല്ലാവിധ ഖൈറും നീ ചൊരിയണേ അല്ലാഹ്, എല്ലാവിധ ഖൈറും ചൊരിയണേ അല്ലാഹ്. അവസാനം മരിക്കുമ്പോൾ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് വെള്ളിയാഴ്ച രാപ്പകലായി മദീനയിൽ മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്ക് റാഹത്തും സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഗൾഫിൽ നിന്ന് അടുത്ത് വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, നല്ല നിലക്ക് യാതൊരു വിഷമൊന്നും കൂടാ നാട്ടിലേക്ക് വന്നെത്താൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അതേപോലെ തന്നെ കുടുംബത്തിൽ കല്യാണം നിശ്ചയിച്ചവരുണ്ട്, അത് നല്ല നിലക്ക് നീ നടത്തണേ അല്ലാഹ്. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞവരിൽ ഭാര്യ ഭർത്താക്കന്മാർ നല്ല യോജിപ്പിനും സന്തോഷത്തിലും നീ എത്തിക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. എന്തൊക്കെ മുറാദുകൾ കുടുംബത്തിനുണ്ടോ അത് മുഴുവൻ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. എല്ലാവിധ അപകടം നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, എല്ലാവിധ അപകടം രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വയനാട്ടിൽ സംഭവിച്ച ആ സംഭവത്തിൽ ആരൊക്കെ വിഷമിച്ചിട്ടുണ്ടോ അവർക്ക് നീ അവർ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവർക്ക് ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നീ എല്ലാവിധ സന്തോഷവും റാഹത്തും നൽകണേ അല്ലാഹ്, എല്ലാവിധ സന്തോഷവും റാഹത്തും നൽകണേ അല്ലാഹ്. നിന്നിൽ വിശ്വസിക്കാൻ, നിന്നെ അനുസരിക്കാൻ, നിന്നെ പേടിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്നിൽ വിശ്വസിക്കാൻ, നിന്നെ അനുസരിക്കാൻ, നിന്നെ പേടിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്നിൽ വിശ്വസിക്കാൻ, നിന്നെ അനുസരിക്കാൻ, നിന്നെ പേടിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്നോടുള്ള പേടിയില്ലാത്തത് കൊണ്ടാണ് സാധുക്കളായ പാവങ്ങളായ നമ്മൾ തെറ്റുകുറ്റം സംഭവിച്ചു പോകുന്നത്, നിസ്കാരം കളായി പോകുന്നത്, ഹറാമ് ചെയ്തു പോകുന്നത്. നിന്നെ പേടിയില്ലാത്തത് കൊണ്ട് റബ്ബേ, ഈ മജ്ലിസിന്റെ ഹഖ് ജാബർക്കത്ത് കൊണ്ട്, ഇവിടുത്തെ സാദാത്യങ്ങളുടെ ഹഖ് ജാബർക്കത്ത് കൊണ്ട്, ഇവിടെ പഠിക്കുന്ന മുത്താലിങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഇവിടുത്തെ ഹാഫിദുകളെ ബർക്കത്ത് കൊണ്ട്, മുത്താലിങ്ങളെ ബർക്കത്ത് കൊണ്ട്, ആമീൻ പറയുന്നവരെ ബർക്കത്ത് കൊണ്ട്, പടച്ചവനെ നിന്നിൽ വിശ്വസിക്കാൻ, നിന്നെ അനുസരിക്കാൻ, നിന്നെ പേടിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട സ്വാലിഹായ അറിവ് നൽകണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമൽ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ ഇഗ്ഫിർ ലനാ വറഹ്മനാ ലിവാലിദീനാ റബ്ബനാ ഇർഹംഹും റബ്ബനാ സിഗാറ. ഇതിന്റെ കൂലി മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, അവർ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഇതിന്റെ ഈ സദസ്സിന്റെ കൂലി നാം ലോക മുസ്ലിംക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്, അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ അൻത ജല ثواب هذا المجلس إلى جميع المسلمين
ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم